Good morning. Good morning, Miss. Good morning. Good morning. Good morning, Miss. Good morning. Ready അല്ലേ? റെഡി ആയോ? Good morning. യെസ്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. ക്ലാസ് കഴിയുന്നത് വരെ വീഡിയോ ഓഫ് ചെയ്യരുത്. ഗുഡ് മോർണിംഗ്. Good morning, Miss. ഗുഡ് മോർണിംഗ്. Good morning, Miss. ഗുഡ് മോർണിംഗ്. എല്ലാരും റെഡി അല്ലേ? Miss, present type ചെയ്യാനായോ? Present type ചെയ്യാനായോ? പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. വീഡിയോ ഓൺ ചെയ്തോ, ഒരു മിനിറ്റ്. പ്രസന്റ് ഒരു പ്രാവശ്യം മാത്രം ടൈപ്പ് ചെയ്തേ. എല്ലാവർക്കും സുഖാണോ? Yes, Miss. യെസ്. Yes, Miss. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. Type ചെയ്തു, Miss. ടൈപ്പ് ചെയ്തു. ഇന്ന് റിവിഷൻ ആണ് പറഞ്ഞതല്ലേ? റിവിഷൻ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലല്ലേ? അപ്പൊ പറഞ്ഞോളൂ, നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എക്സാം ആണ് അല്ലേ? 6-ാം തീയതിയാണ് നമ്മുടെ ഹിന്ദി എക്സാം വരിക. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓഫ് ചെയ്താൽ ഞാൻ ക്ലാസ്സിന് പുറത്ത് വിടും. ക്ലാസ് കഴിയുന്നവരെ ആരും വീഡിയോ ഓഫ് ചെയ്യണ്ട. നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്? എത്ര പാഠങ്ങളാ പഠിക്കാൻ പറഞ്ഞത്? ഏതൊക്കെ? നെറ്റ് പ്രോബ്ലം ഉണ്ടാവണ്ട മിസ്സേ, വീഡിയോ ഓഫ് ആയി പോന്നെ. ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 8ാമത്തെ ചാപ്റ്റർ പ്രിയാക്കി ഡയറി വരെ അല്ലേ? 8 ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ? പ്രിയാക്കി ഡയറി വരെ. അപ്പൊ ഫസ്റ്റ് തൊട്ട് 8ാമത്തെ ചാപ്റ്റർ വരെയാണ് പഠിക്കേണ്ടത്. അതിൽ സംശയം വരുമോ? ഇനി വീണ്ടും ഏത് പാടാ വരുക, എത്ര പാടാ വരുക എന്ന് ചോദിക്കുവോ എക്സാം വരെ? നോ. വീഡിയോ ഓഫ് ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരിക്കരുതെന്ന് ഞാൻ കുറെ തവണ പറഞ്ഞല്ലോ. അതനുസരിക്കാൻ പറ്റാത്തവര് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ. അതില് മിസ് അതിന്റെ ക്വസ്റ്റ്യന്റെ ഒരു മോഡൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യന്റെ ഒരു മോഡൽ പറയും. നിങ്ങൾ അതൊന്ന് റഫായിട്ട് എവിടെയെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വെക്ക്, ക്രമത്തിൽ എഴുതി വെക്ക്. റഫായിട്ട് എഴുതി വെച്ചാൽ മതി. ഹിന്ദിയുടെ നോട്ട്ബുക്കിന്റെ പിറകിലോ എവിടെയെങ്കിലും. മിസ് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. അതായത് വീട്ടിലുള്ളവരോട് സംസാരിച്ച് നിൽക്കരുത്. മിസ് പറയുമ്പോൾ തന്നെ കറക്റ്റ് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് മോഡലാ വരിക എന്നറിയോ? ഉചിത വികൽപ്പ് ചുൻകർ ഉത്തർ ലിഖോ എന്നുള്ളത്. ഉചിത വികൽപ്പ് കാ സഹി ചിഹ്ന ലഗാവോ എന്നാണ് ടെക്സ്റ്റിൽ ഉണ്ടാവുക. എന്താ അതിന്റെ അർത്ഥം? ബ്രാക്കറ്റിൽ 3 ആൻസർ കൊടുക്കും. നിങ്ങൾ കറക്റ്റ് ആയ ആൻസർ എടുത്ത് എഴുതണം. ഉചിത വികൽപ്പ് ചുൻകർ ഉത്തർ ലിഖോ. അങ്ങനെ കണ്ടാൽ എന്ത് എഴുതണം? ബ്രാക്കറ്റില് ക്വസ്റ്റ്യന്റെ ആൻസർ ബ്രാക്കറ്റിൽ ഉണ്ടാവും. ബ്രാക്കറ്റിൽ നിന്ന് 3 ആൻസറിന് കറക്റ്റ് ആയ ആൻസർ എടുത്ത് എഴുതണം എന്നാണ്. പേജ് നമ്പർ 24 ആ മോഡൽ ക്വസ്റ്റ്യൻസ്. മാർക്ക് ചെയ്തു വെച്ചോ. പേജ് നമ്പർ 24.
പേജ് നമ്പർ 7 and 24 മാർക്ക് ചെയ്തോ? ഇതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നുണ്ടാവും. 5 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ്. മനസ്സിലായോ? അതായത് ലേറ്റ് ആയിട്ട് വന്നവർക്കൊന്നും മനസ്സിലാവില്ല. ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് എക്സാമിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഉചിത വികൽപ്പ് ചുൻകാർ ഉത്തർ ലിഖോ എന്നാണ്. 3 ആൻസർ തരും. അതിൽ കറക്റ്റ് ആയ ആൻസർ എടുത്ത് എഴുതാൻ വേണ്ടിട്ട്. അതിന്റെ മോഡലാണ് ഇപ്പൊ പറഞ്ഞ പേജ് നമ്പർ 7-ലും 24-ലും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. റഫായിട്ട് എവിടെയെങ്കിലും ഇപ്പൊ റഫായിട്ട് എഴുതി വെക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉചിത വികൽപ്പ് ചുൻകാർ സഹി ഉത്തർ ലിഖോ. എഴുതിയോ? ഉചിത വികൽപ്പ് ചുൻകാർ സഹി ഉത്തർ ലിഖോ എന്ന് പറഞ്ഞാല് ബ്രാക്കറ്റിൽ 3 ആൻസർ കൊടുക്കും. ആ 3 ആൻസറിന്ന് 1 സെലക്ട് ചെയ്യണം എന്നാണ്. അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 24-ലും പേജ് നമ്പർ 7-ലും ഉണ്ട്. ടെക്സ്റ്റ് ബുക്കില് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റും. 24 and 7th മാർക്ക് ചെയ്തോ മക്കളെ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ സംശയം വരുമോ? മിസ് അതിന്റെ മോഡൽ അതുകൊണ്ടാ പറഞ്ഞത്. ഉചിത വികൽപ്പ ചുൻകാർ സഹി ഉത്തർ ലിഖോ എന്ന് കണ്ടാൽ ഓർമ്മിച്ചോളുക. എന്താണ്? ചോദ്യത്തിന്റെ ആൻസർ ബ്രാക്കറ്റിൽ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ കറക്റ്റ് അത് എടുത്തെഴുതാനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശബ്ദാർത്ഥ ലിഖോ ആണ്. വേർഡ് മീനിങ് ആണ് രണ്ടാമത് വരിക. ശബ്ദാർത്ഥ ലിഖോനെ ഉണ്ടാവോ, അതായത് ചിലപ്പോ ഇംഗ്ലീഷ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ശബ്ദാർത്ഥ ലിഖോ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ് മീനിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കൂടി ഉണ്ടാവും, ഹിന്ദിയിലാണോ എഴുതേണ്ടത്? ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിലും ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുക, വേർഡ് മീനിങ് ഇംഗ്ലീഷ് മീനിങ് ആണ് എഴുതേണ്ടത്. ഇംഗ്ലീഷ് മീനിങ് മാത്രം പഠിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് ഇത്രയും പാഠഭാഗത്തിൽ നിന്ന് ഒരു 5 വേർഡ് മീനിങ്. അത് വേർഡ് മീനിങ് പറഞ്ഞാല് ഇംഗ്ലീഷ് മീനിങ് സ്പെല്ലിങ് തെറ്റാതെ എഴുതണം. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ എഴുതി പഠിക്കുക. വായിച്ചു പഠിച്ചാൽ നിങ്ങളുടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരും. മീനിങ് എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. മീനിങ് മാത്രമല്ല എല്ലാതും. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ എന്തായിരിക്കും? ശബ്ദാർത്ഥ ലിഖോ എന്നാണ്. വേർഡ് മീനിങ് ആണെന്ന് ഓർമ്മിക്കുക. അപ്പൊ വീണ്ടും സംശയം വരരുത്, ഹിന്ദിയിലാണോ എഴുതേണ്ടത് മിസ്സേ എന്ന് ചോദിച്ചു പോകും. അല്ല, ഇംഗ്ലീഷ് മീനിങ് ആണ് ചോദ്യത്തിലുണ്ടാവുക. ഇംഗ്ലീഷ് മീനിങ് ആണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ട്, നിങ്ങൾ റഫായിട്ട് മലയാളത്തിൽ അവിടെ എഴുതി വെച്ചോ ഇംഗ്ലീഷ് മീനിങ്. തേർഡ് വിലോമ ശബ്ദ ലിഖോ എന്നാണ്. വിലോമ ശബ്ദ ലിഖോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തേർഡ് എന്താ വിലോമ ശബ്ദ ലിഖോ എന്ന് പറഞ്ഞാല് 3 നമ്പർ ഇട്ട് എഴുതിക്കോ. വിലോമ ശബ്ദ ലിഖോ എന്താ? വിലോമ ശബ്ദ ലിഖോ എന്ന് പറഞ്ഞാല് എതിർപദം, വിപരീത പദം, ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് പറയും. അദ്വൈത് വീഡിയോ ഓൺ ചെയ്തേ. എബിൻ ബിജു വീഡിയോ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അവിടെ ഇരിക്കാൻ? ഇനി വീഡിയോ ഓഫ് ചെയ്ത് ആ സമയം 5 മിനിറ്റിനുള്ളിൽ സാറും കുറച്ച് ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടാ. അതിനിടവരുത്തണ്ട. ബാക്കി എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കും. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത? തേർഡ് ക്വസ്റ്റ്യൻ വിലോമ ശബ്ദ ലിഖോ. ഈ പാഠഭാഗത്തിന് അതായത് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 8ാമത്തെ ചാപ്റ്റർ വരെയുള്ള വിലോമ ശബ്ദം എല്ലാം പഠിക്കാം. ഒരു 5 എണ്ണം അതിൽ നിന്നുണ്ടാവും. കേട്ടല്ലോ? ഇനി ഫോർത്തില് 4ാമത് വരിക സമാനാർത്ഥി ശബ്ദ ലിഖോ ആണ്. എന്താ സമാനാർത്ഥി എന്ന് പറഞ്ഞാല്? സമാനാർത്ഥം, പര്യായ പദം എന്ന് ചിന്തിക്കുക. അപ്പൊ ഈ പര്യായ പദം എഴുതുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത്? തന്ന വേർഡിന് 2 പര്യായ പദങ്ങൾ വെച്ചെഴുതണം. 1 മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടില്ല, 1/2 മാർക്കേ കിട്ടുള്ളൂ. 2 എണ്ണം എഴുതിയാലാണ് 1 മാർക്ക്. അപ്പൊ സമാനാർത്ഥി ശബ്ദം 1 മുതൽ 8 വരെയുള്ള പാഠഭാഗത്തിലെ എല്ലാ സമാനാർത്ഥി ശബ്ദവും 2 എണ്ണം വെച്ച് എല്ലാവരും പഠിക്കണം. സമാനാർത്ഥി ശബ്ദം അറിയില്ലേ? വേർഡ് മീനിങ്ങിന് തൊട്ട് താഴെ ഉണ്ടാവും റെഡ് കളറില് സമാനാർത്ഥി ശബ്ദം.
അദ്വൈത് വീഡിയോ എന്തുകൊണ്ട് ഓഫ് ചെയ്യുന്നേ? അദ്വൈത് കമൽ സമാനാർത്ഥി ശബ്ദ്. അപ്പൊ സമാനാർത്ഥി ശബ്ദം എഴുതുമ്പോ എന്റെ മക്കൾ എന്ത് ശ്രദ്ധിക്കണം? ഒരു വേർഡിന്റെ 2 പര്യായ പദങ്ങൾ തന്നെ എഴുതണം. ഒന്ന് മാത്രം എഴുതി വെച്ചേക്കരുതേ, മാർക്ക് കളയരുത്. 2 എണ്ണം വേണം. ഓക്കെ, മനസ്സിലായോ അത്ര വരെ? ഇനി 5ാമത് വരുന്നത് വചൻ ബദലോ ആണ്. എന്താ വചൻ ബദലോ എന്ന് പറഞ്ഞാല്? ഏകവചനം തരും, നിങ്ങൾ എന്ത് എഴുതണം? ബഹുവചനം എഴുതണം. ഒന്ന് മാത്രം വരുന്നവ മിസ് തരും. ഗുഡ് മോർണിംഗ്. എന്നിട്ട് അത് കൂടുതൽ എഴുതാനാ? അപ്പൊ ഒന്നിൽ കൂടുതലുള്ള എണ്ണത്തിന്റെ പേര് എഴുതണം. അമ്മയെ ടെക്സ്റ്റ് ബുക്കിലല്ല കയ്യിലേ, വീട്ടിലെത്തിയിട്ട് ഒന്നുകൂടി യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് ഓർഡർ അനുസരിച്ച് പഠിക്കണേ. മിസ് അത് ആദ്യം മുതലേ പറഞ്ഞതെല്ലാം നോക്കിയിട്ട് ട്ടോ. എന്തായിരുന്നു? 5th വരുന്നത് വചൻ ബദലോ, ഏകവചനം തരും, അത് മക്കൾ എന്ത് ചെയ്യണം? ബഹുവചനത്തിൽ എഴുതണം. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കില്? എവിടെയും കണ്ടിട്ടുണ്ടോ? എന്താണ് ഒരു എക്സാമ്പിൾ വേണോ? ഞാൻ പറഞ്ഞുതരാം. മിസ് പറയുമ്പോ പേജ് എടുത്താ മതിയേ. എക്സാമ്പിള് പേജ് നമ്പർ 36 മൂന്നാമത്തത് ചേഞ്ച് ദ നമ്പർ, വചൻ ബദലോ. പേജ് നമ്പർ 36 എന്ന് പറഞ്ഞാൽ 36 മാത്രം വചൻ ബദലോ പഠിച്ചാ പോരാട്ടോ. 1 മുതൽ 8 വരെയുള്ളതിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം പഠിക്കണം. 36 മിസ് വേണമെങ്കിൽ എല്ലാ പേജും പറഞ്ഞുതരാം. 36 ഉണ്ട്. എന്താണ്? അതന്നെ, അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നില്ലേ? പിന്നെ എന്തിനാ എന്നെ കാണിച്ചു തരുന്നടാ? നമ്പർ 36 കണ്ടല്ലോ. പിന്നെ വേറെ എവിടെയുള്ളത് നോക്കാം. ഇടക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് പോണ്ടവര് ഒന്ന് ക്ലാസ്സിൽ ഇറങ്ങിപ്പോയേ. ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്യുന്നവരെ എല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ് കയറിയാ മതി. വേറെ എവിടെയും കണ്ടോ നിങ്ങള് വചൻ ബദലോ? വേറെ ഇല്ല? നോ മിസ്. വേറെ എവിടെ ഇല്ല? ഒന്നും കൂടി ചെക്ക്. ഓ, ഈ 36th പേജില് 4th വണ്ണില്ലേ, അത് മിസ് ചെയ്യിപ്പിച്ചായിരുന്നോ? പേജ് നമ്പർ 36 4th ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ. ഏറ്റവും മുമ്പിലുള്ള വാക്ക് എടുത്തെഴുതാൻ വേണ്ടിട്ട്. ലോകപ്രിയ പോലെ ശക്തിശാലി, നയേ, ബേഹത്തർ, ഹിന്ദു, ബേഹത്തർ, അതെടുത്തെഴുതാൻ. വിശേഷണ ശബ്ദം മിസ് വേറെ പേജിലൊന്നും ഇല്ല മിസ്. ഇല്ല അല്ലേ? അപ്പൊ മിസ് ഇപ്പൊ പറഞ്ഞത് ഏത് പേജായിരുന്നു? 36 അല്ലേ? എത്ര എണ്ണം ഉണ്ടത്? 6 എണ്ണം. 6 അല്ലേ? 6 എണ്ണം പഠിച്ചോ, അതിലൊരു 5 എണ്ണം വരും കേട്ടോ. ഓക്കേ മിസ്. 6th ക്വസ്റ്റ്യൻ. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നയേ ശബ്ദ് ബനാവോ എന്നാണ്. നയേ ശബ്ദ് ബനാവോ എന്ന് പറഞ്ഞാല് പ്ലസ് ഇട്ടിട്ട് നിങ്ങൾക്ക് കൂട്ടി എഴുതാൻ വേണ്ടിട്ട് അക്ഷരങ്ങൾ തരും. കൂട്ടി എഴുതാൻ വേണ്ടി പ്ലസ് ചേർത്തിട്ട് എഴുതാൻ വേണ്ടി വരും. നിങ്ങൾ അത് കൂട്ടി ഒരു വേർഡ് ആക്കുക. എന്താണ്? എല്ലാവരും പറഞ്ഞ മിസ്സിന് കേൾക്കില്ല. ഒരാളായിട്ട് പറഞ്ഞേ. ചേർത്ത് എഴുതാൻ മക്കളെ, കൂട്ടി എഴുതാൻ വേണ്ടിട്ട്. പേജ് നമ്പർ 15 അല്ലേ? ഒരു പദസൂര്യ പോലെ ഒരു പിക്ചർ കണ്ടോ നിങ്ങള്? 3ാമത്തേല്
എസ് മിസ് കണ്ടു. രണ്ട് ബോക്സിൽ രണ്ട് സൈഡിലായിട്ടുണ്ടല്ലോ. ആ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരു 5 എണ്ണം ഉണ്ടാവും. ആ രണ്ടെണ്ണത്തിൽ വെച്ച് ഒരു 5 എണ്ണം. ചിരഞ്ജീവ് പ്ലസ് ഇ ചിരഞ്ജീവി, മെഹനത്ത് പ്ലസ് ഇ മെഹനത്തി, അനുഭവ് പ്ലസ് ഇ അനുഭവി, ജൻകാർ പ്ലസ് ഇ ജൻകാരി. Next one, ദയാലു പ്ലസ് ത ദയാലുത, യോഗ്യ പ്ലസ് ത യോഗ്യത, ന്യായപ്രിയ പ്ലസ് ത ന്യായപ്രിയത, നിമ്ന പ്ലസ് ത നിമ്നത. പേജ് നമ്പർ 15 മൂന്നാമത്തെ. ആരോൺ കണ്ടിട്ടില്ലേ മോനെ? തേർഡ്. അത് രണ്ടും മാർക്ക് ചെയ്ത് വെക്കുക. രണ്ടെണ്ണത്തിൽ ഒരു 5 എണ്ണം. രണ്ടും ഫുള്ള് പഠിക്കണം. പ്ലസ് ചേർത്തിട്ട് ഉണ്ടാവുക. നിങ്ങൾ അത് കൂട്ടി വേർഡ് ഉണ്ടാക്കുക. പേജ് നമ്പർ 15 15. അതില് മൂന്നാമത്തെ വർക്ക് നയേ ശബ്ദ് ബനാവോന്നുണ്ടോ? എന്താണ് മിസ് ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ എക്സാമിന് ഉണ്ടാവൂ? ആ അതില് ഓർഡർ ആയിട്ട് പറഞ്ഞിരുന്നേ. അതുപോലെ നിങ്ങൾ പഠിക്കണം. ഇനി ക്വസ്റ്റ്യൻ കിട്ടുമ്പോ ഇതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് നോക്കിയിരിക്കരുത്. ഇനി അപ്പൊ നയേ ശബ്ദ് ബനാവോ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതന്നെ സെബ. പ്ലസ് ചേർത്തിട്ടാ വരിക. ഇങ്ങനെ ഏരോ മാർക്ക് ഇട്ടിട്ടില്ല, പ്ലസ് ചേർത്തിട്ടാ വരിക. നിങ്ങൾ അതെന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിച്ച് വാക്കുകൾ ഉണ്ടാക്കുക. നെക്സ്റ്റ് 7ാമത്തത് പറഞ്ഞോ. വിലോമ ശബ്ദം ഉണ്ടാവോ? വിലോമ ശബ്ദ അത് നേരത്തെ പറഞ്ഞില്ലേ? മൂന്നാമത് അങ്ങനെ വിലോമ ശബ്ദ എന്ന് പറഞ്ഞില്ലേ? അതല്ലേ ലേറ്റ് ആയിട്ട് കയറിയവരോട് ഞാൻ പറഞ്ഞ. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് മിസ് പറഞ്ഞ ഓർഡർ പ്രകാരം പഠിക്കുക. ഇനി പേജ് നമ്പർ 45. പേജ് നമ്പർ 45 ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് കണ്ടോ? ജലസംരക്ഷൺ വിഷയ് പർ ദോ സ്ലോഗൻ ലിഖോ. കണ്ടോ? കിട്ടിയിട്ടില്ലേ? ഓക്കെ, ഞാൻ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചുതരാം. നിങ്ങളത് മിസ് പറയുന്ന ഒന്ന് മിസ്സിനെ പറയാൻ വിടുമോ? നിങ്ങൾ എല്ലാരും കേറി പറയരുത്. മിസ് പറയുമ്പോ ശ്രദ്ധിക്ക്. അത് മിസ് ഒന്നുകൂടി ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചു തരാം ക്ലാസ് കഴിഞ്ഞ ഉടനെ. അപ്പൊ 3 എണ്ണം, ആ 3 ബോക്സിൽ 3 എണ്ണം ഉണ്ടാവുക. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, 2 എണ്ണം നിങ്ങൾ എഴുതണം. ഇപ്പൊ 3 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ 2 എണ്ണം പഠിച്ചു വെക്കണം കേട്ടോ. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ആണ് ഉദ്ദേശം. 2 പോസ്റ്ററുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പേജ് നമ്പർ 45 മൂന്നാമത്തത് ടിക്കറ്റ് വെക്ക്. 2 എണ്ണം പഠിച്ചു വെക്കാൻ വേണ്ടിട്ട്. കണ്ടില്ലേ? ജലസംരക്ഷൺ കെ വിഷയ് പർ ദോ സ്ലോഗൻ ലിഖോ എന്ന് പറഞ്ഞിട്ട് 3 ബോക്സ് ഉണ്ട് അവിടെ. അതിൽ ഒരു ബോക്സിൽ നമ്മൾക്ക് അവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ബോക്സിലും മിസ് എഴുതി. വേണമെങ്കിൽ കിട്ടാത്തവർക്ക് മിസ് ഒന്നുകൂടി ഗ്രൂപ്പിൽ അയച്ചു തരാം. ഒന്നുമില്ല. ജല് ഹമാര ജീവൻ ഹെ ഒരു പോസ്റ്റർ. മൂന്നാമത് ജല അമൂല്യ ഹെ ഉസെ ബർബാദ് കർ ഡാലോ. ജലം അമൂല്യമാണ്, അതിനെ പാഴാക്കി കളയരുതെന്ന് പറയുന്ന 2 പോസ്റ്ററാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആരോണ് കിട്ടിയില്ല മോനെ? പേജ് നമ്പർ 45 ലാസ്റ്റ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് അതിന് തൊട്ട് മുകളിലതാ दिए गए वाक्यों का अपनी मातृभाषा में अनुवाद करो. ക്വസ്റ്റ്യൻ ഉണ്ടാവുക അപ്പനി മാതൃഭാഷാമേ അനുവാദ് കരോ എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? അപ്പനി മാതൃഭാഷാമേ, നമ്മുടെ മാതൃഭാഷയിൽ. നമ്മുടെ മാതൃഭാഷ ഏതാ? മലയാളം. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണം. മുകളിൽ 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം പഠിച്ചോ. അതിലൊരു 2 എണ്ണം ഉണ്ടാവും. പേജ് നമ്പർ 45 ഇപ്പൊ പറഞ്ഞ അതേ പോസ്റ്ററിന് തൊട്ട് മുകളിലോട്ട് പോ. 4ാമത്തെ दिए गए वाक्यों को अपनी मातृभाषा में अनुवाद करो. അപ്പൊ മക്കള് अपनी मातृभाषा में अनुवाद करो എന്ന് കാണുമ്പോഴേ
സംശയം വരണ്ട. സെബ അവിടുന്ന് കാണിച്ചോണ്ടേ ഇരിക്കണ്ട, എല്ലാവരും കാണുന്നുണ്ട്. നീ നിന്റെ ടെക്സ്റ്റ് നോക്കിയാ മതി. അപ്പൊ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സെന്റൻസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ ആണോ അത്ര വരെ? യെസ് മിസ് ഓക്കെ ആണ്. ഓക്കെ. ഇനി അടുത്തത് 9ാമത് വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ്. 9 പ്രവർത്തനങ്ങളാണുള്ളത്. അതിൽ 9ാമത് മെഹ്ഫൂസൻ എവിടെയും കാണുന്നില്ലല്ലോ. സാറ്റ് കളിക്കുക. മെഹ്ഫൂസനെ കാണുന്നില്ല. മെഹ്ഫൂസനെ. ജോയൽ എന്തടാ? അലൻ സാജ് മാതൃഭാഷ ലിക്കോന്ന് എഴുതിയിട്ടില്ല, അതിനകത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചുതരാം. നിങ്ങൾ അത് കംപ്ലീറ്റ് ആക്കാത്തവര് കംപ്ലീറ്റ് ആയിക്കോ. ഇനി എനിക്ക് കിട്ടിയില്ല എന്നാ ഓരോരാൾക്കും ഞാൻ അയച്ചു തരില്ല, ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരും. നിങ്ങൾ അത് നോക്കി എഴുതിയെടുക്കുക. കേട്ടല്ലോ? ഇനി 9ാമത് വരുന്നത് പ്രവർത്തനം എന്താണ്? ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ്. ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാല് 10 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. 10 എണ്ണം 2 മാർക്ക് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ. മിസ് ആദ്യത്തെ പാഠം മുതലേ ഇമ്പോർട്ടന്റ് വരുന്ന ക്വസ്റ്റ്യൻസ് പറയട്ടെ, നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കോ? ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് എടുക്കുവോ? ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് കൂടുതൽ പ്രാധാന്യം നൽകി എഴുതി പഠിക്കുക എന്ന് മാത്രം. അല്ലാതെ ബാക്കിയുള്ളവ പഠിക്കണ്ടെന്നല്ല മിസ് പറഞ്ഞത്. ബാക്കിയുള്ളവയിൽ നിന്നും വരും. അപ്പൊ എന്തുകൊണ്ട് മിസ് അത് പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാൻ മിസ് ഇപ്പൊ പറയുന്നത്. കേട്ടോ? അതിലേ 1, 2, 3 1, 2, 3 മാർക്ക് ചെയ്തേ. എഴുതി പഠിക്കണേ മക്കളെ, വായിച്ചു പഠിച്ചാൽ പോരാ. 1, 2, 3 ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് പോയംലേ 1, 2, 3 കവിത में किसे रक्षक कहा गया है और क्यों? അത് ആ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കവിത में പറഞ്ഞത് പ്രാകൃതിക സുന്ദരത का वर्णन 2-3 वाक्य में करो. അതായത് പ്രകൃതി ഭംഗിയെ കുറിച്ച് 3-4 സെന്റൻസ് എഴുതാൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഭാരത് की शोभा किन किन से है? എന്താണ് നമ്മുടെ ഇന്ത്യക്കുള്ള ഭംഗി? ഏതിലൂടെയാണ് ഇന്ത്യക്കുള്ള ഭംഗി? നമ്മുടെ ഭാരതത്തിന് എങ്ങനെയാണ് ഭംഗി വന്നത്? കൂടുതൽ ഭംഗി വന്നത് എങ്ങനെയാണ്? അങ്ങനെ 1, 2, 3 ഓറൽ അല്ലല്ലോ ഞാൻ പറഞ്ഞത്, റിട്ടൺ ക്വസ്റ്റ്യൻസ്. അതല്ലേ മിസ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ലിഖിത പ്രശ്നം എന്നില്ലല്ലോ. ഓറൽ നിങ്ങൾക്ക് ഇല്ലേ? ഇല്ല. നിങ്ങൾക്ക് ഈ എക്സാമിന് ഓറൽ ക്വസ്റ്റ്യൻസ് വരില്ല. നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൽ മാത്രമേ ഓറൽ ക്വസ്റ്റ്യൻ വരുള്ളൂ, 1 വേർഡ് ക്വസ്റ്റ്യൻ. ഇത് എഴുത്തു പരീക്ഷയാണ്. നിർബന്ധമായും എക്സാം പേപ്പർ ഉണ്ടാവണം. എക്സാം പേപ്പറിൽ മാത്രമേ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല പോലെ ഫോട്ടോ എടുത്ത് ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് തന്നെ അയക്കുക. അല്ലാണ്ട് ചെരിച്ച് പിടിച്ചതിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും അയച്ചേക്കരുത്. അറിയാലോ നിങ്ങൾക്ക്? വാട്സാപ്പിൽ അയച്ചത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ അയക്കുക. പേരും ക്ലാസ്സും നല്ല നീറ്റായിട്ട് എഴുതി വെക്കുക. 1, 2, 3 അടയാളപ്പെടുത്തിയല്ലോ. സെക്കൻഡ് ചാപ്റ്റർ കേട്ടില്ലല്ലോ അമ്മേയ. മിസ്സിന് നീ ക്ലിയർ അല്ലേ? ഒരു മിനിറ്റ്, അമ്മയെ മാത്രം പറഞ്ഞേ. നിങ്ങൾ എല്ലാരും അമ്മയെ പറഞ്ഞേ. എന്നിട്ടും ക്ലിയർ ആയില്ല.
മിസ്സേ ലൈനിലെ പേപ്പറിലാണ് എഴുതേണ്ടത്. അതെന്താണ് നിങ്ങൾ പേപ്പറിലാണ് എന്താ ദേവപ്രിയ? മിസ്സേ പേപ്പർ പറ്റുമോന്ന് ചോദിച്ചേ. ക്ലിയർ ആയി. നിങ്ങളൊരു കാര്യം, നിങ്ങളത് മിസ്സിനെ അയച്ചോ, മിസ് അതിന് മറുപടി പറഞ്ഞുതരാം കേട്ടോ. ഏത് സാധാരണ A4 ഷീറ്റോ അല്ലെങ്കിൽ നമ്മളെ സാധാരണ എക്സാം പേപ്പർ ഇല്ലേ, അത് നിങ്ങൾ അതിൽ തന്നെ എഴുതുക. എന്നിട്ട് എല്ലാ പേപ്പറും നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ എല്ലാം സൂക്ഷിച്ചു വെക്കുക എഴുതിയത്. ഓക്കെ. സെക്കൻഡ് ചാപ്റ്റർ ഗുരു കാ സ്ഥാനിലെ പാഠഭാഗം എടുത്തേ. നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ചോദിച്ചോ. നിങ്ങൾ ഓരോരുത്തർ പറയുമ്പോ അപ്പൊ ഒരാൾ വായനക്കുമ്പോ മറ്റേയാളും സംസാരിക്കും. അപ്പൊ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല മിസ്സിന്. സൗണ്ട് കേൾക്കുന്നുണ്ടാ? വേറെ ആരോ പാട്ട് പാടുന്ന സൗണ്ട്. അതന്നെ പറഞ്ഞത്. ഇങ്ങനെ പല സൗണ്ടാന്ന് മിസ്സിന്റെ ചെവിയിൽ ഇപ്പൊ നിങ്ങൾ സംശയം ചോദിക്കുമ്പോ. ഒരാൾ പാട്ട് പാടുന്നു, ഒരാൾ വിളിക്കുന്നു, ഒരാൾ കരയുന്നു. അപ്പൊ അടുത്ത പാഠഭാഗത്തിൽ നോക്കുക. ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത്, ഒന്നാമത്തതും അഞ്ചാമതും. ഞാൻ ഒന്നുകൂടി പറയാം. ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ മാർക്ക് ചെയ്ത് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുക. അതിന്റെ കൂടെ ബാക്കിയുള്ളവയും പഠിക്കണം. ബാക്കിയുള്ളവയും വരും. പക്ഷെ കൂടുതൽ പ്രാധാന്യം ഇമ്പോർട്ടന്റ് നൽകുക ഇതിന്. ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത്. തേർഡ് ലെസണില് സെക്കൻഡില് പറഞ്ഞില്ല. സെക്കൻഡില് മനസ്സിലായിട്ടില്ലേ? ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത്, ഒന്നാമത്തതും അഞ്ചാമത്തതും. കാന്ന് പറഞ്ഞതും ങാ പറയുന്നതാണ് 1, 5 ഉദ്ദേശിക്കുന്നത് കേട്ടോ. തേർഡ് ലെസണില് രണ്ട്, 3, 4 ഇതെല്ലാം അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇരുന്നോട്ടോ. പഠിക്കാതിരിക്കണേ. അപ്പോഴാണ് മിസ്സിന്റെ അടി തരല്. 2, 3, 4. നാലാമത്തെ ലെസൺ എടുത്തേ. ഒന്നും രണ്ടും. നാലാമത്തെ ലെസണില് 1, 2. മിസ് എക്സാം പേപ്പർ PDF-ലാണോ അയക്കേണ്ടത്? അത് എങ്ങനെ വേണം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അയച്ചോ. അത് സാർ അതിന്റെ ഇത് തരും. അതിന് മുന്നേ വിവരം തരും. പേജ് നമ്പർ 29 അടുത്ത ലെസണിന്റെ. ഒന്നാമത്തതും
29 അല്ല, പേജ് നമ്പർ 30 ആണേ. പേജ് നമ്പർ 30 ലിഖിത പ്രശ്നമില്ല 1, 4. ഒന്നുകൂടെ പറയാം മിസ്സേ. 1ഉം 4ഉം പേജ് നമ്പർ 30. നെക്സ്റ്റ് 6ാമത്തെ ലെസണില് ഒന്നും 2ഉം 4ഉം 1, 2, 4. പേജ് നമ്പർ 39 ആ ലെസണില് 2ാമത്തത്. ല് 30 മിസ്സേ 7th ലെസന്റെയോ? ഏത് 7th ലെസന്റെ 7ന്റേത് സെക്കൻഡ്, 2ാമത്തത്. അദ്വൈത് ഏതാ ചോദിച്ചത്? ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 44 2ാമത്തതും 5ാമത്തതും. ഇത്രയുമാണ് പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നവ. ഇമ്പോർട്ടന്റ് കൂടുതൽ പ്രാധാന്യം നൽകി എഴുതി പഠിക്കണം. കേട്ടല്ലോ? അതിന്റെ കൂടെ ബാക്കിയുള്ളവയെല്ലാം പഠിക്കണം. ഇത്രയുമാണ് നിങ്ങൾ മിസ് പറഞ്ഞ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യാ? നല്ല പോലെ പഠിക്കുക. അതുപോലെ ഓരോ പാഠഭാഗവും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെക്സ്റ്റ് ഭാഗം നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റില് പാഠഭാഗം നന്നായിട്ട് വായിക്കണം. അതിനുശേഷം വായിച്ചതിന് ശേഷം മാത്രമേ അതിലെ വേർഡ് മീനിങ് ആയാലും ക്വസ്റ്റ്യൻ ആൻസർ ആയാലും എന്തായാലും വിലോമ ശബ്ദമായാലും നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. കേട്ടോ? അത് ടെക്സ്റ്റ് പാഠഭാഗം വായിക്കാതെ ഇങ്ങനെ ഒരു കുറച്ച് വേർഡ് മീനിങ് പഠിച്ചാൽ ശരിയാവില്ല. കേട്ടല്ലോ? ഇനി അതിൽ മിസ് ഇപ്പൊ ലാസ്റ്റ് നിങ്ങളുടെ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പേജ് നമ്പർ 45 വർക്ക് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് അയച്ചു തരും. അത് നിങ്ങൾ അത് നോക്കി എഴുതി എടുക്കാത്തവർ എഴുതി എടുക്കണം. കേട്ടല്ലോ? ഒന്ന് ഇതില്ലേ ചിത്രക്കോ ദേക്കർ 5 വാക്യ ലിഖോ, അത് അവിടെ ടെക്സ്റ്റിൽ എഴുതി വെക്കണം. അതായത് ഇത്രയും ലെസൺ കംപ്ലീറ്റ് ആയിരിക്കണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 45 വരെ. എക്സാമിന് മുന്നേ പേജ് നമ്പർ 45 വരെ അമ്മയ ബാക്ക്ഗ്രൗണ്ട് മാറ്റിക്കൊണ്ടിരിക്കണ്ട. 45 വരെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ അതുവരെയുള്ള നോട്ട്ബുക്കും കോപ്പി റൈറ്റിങ്ങും എല്ലാം എക്സാമിന് മുമ്പേ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും തരില്ല. ഇനി കംപ്ലീറ്റ് ആക്കി മിസ്സിനെ അയക്കാത്തൊരു കുറെ ആളില്ലേ ക്ലാസ്സില്? കുറെ പേരുണ്ടല്ലോ. കാജല് പിന്നെ നോട്ട്സ് അയച്ചിരലേ ഇല്ല. ഇല്ലല്ലോ മിസ്, എനിക്ക് കിട്ടിയിട്ടില്ല. മിസ് ഇന്നിപ്പോ ലാസ്റ്റ് ഒരു തവണയും കൂടി മിസ് അയച്ചു തന്നിട്ടുണ്ട് ഓരോന്നായിട്ട്. ആദ്യത്തെ പാഠം മുതൽ 2ാമത്തെ പാഠം മുതൽ ഈ പാഠം വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും അടയാളപ്പെടുത്തി മിസ് അയച്ചു തന്നിട്ടുണ്ട്. ഇനി എഴുതിക്കോളൂ, വേറെ ഒരു വഴിയില്ല. കേട്ടല്ലോ? അപ്പൊ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ പേജിന് അതായത് കോപ്പി റൈറ്റിങ്ങും ഓരോ മാസവും 4 പേജ് വെച്ചിട്ട് വരണം. അപ്പൊ ഈ സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഒരു 16 പേജെങ്കിലും ഏറ്റവും കുറഞ്ഞ വേണം. 16 പേജെങ്കിലും കോപ്പി റൈറ്റിംഗ് നിങ്ങളുടെ എഴുതിയിട്ടുണ്ടാവണം. ഓരോ ദിവസം ഓരോ പേജിൽ എഴുതാൻ പറഞ്ഞത്.
ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ക്ലാസ് എത്ര മണിക്കാ? 2:30 ഉണ്ട് അല്ലേ? അപ്പോഴേക്കും നിങ്ങള് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഈ 8ാമത്തെ ചാപ്റ്റർ വരെ, ഇല്ലെങ്കിൽ 8 മുതൽ പിറകോട്ട് മുന്നോട്ട് വന്നാലും ശരി, 8ാമത്തെ ചാപ്റ്റർ മുതൽ പിറകോട്ട് 1ാമത്തെ ചാപ്റ്റർ വരെ ഇങ്ങോട്ട് പിറകോട്ട് വന്നോ, എല്ലാം ഒന്ന് വായിച്ച് വേർഡ് മീനിങ് എല്ലാം ഒന്ന് ബൈഹാർട്ട് ആക്കി വെച്ച് മിസ് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാലോ കേട്ടോ. എല്ലാം വായിച്ച് റെഡിയാക്കണം. ഇപ്പൊ ലാസ്റ്റ് 8ാമത്തെ ചാപ്റ്റർ എടുത്തതില് വേർഡ് മീനിങ് ഒന്ന് എനിക്ക് പറഞ്ഞു തന്നെ. ഓരോരുത്തരാളും അവിടെ നിന്ന് പറഞ്ഞു തന്നെ എല്ലാവരും. വീഡിയോ ഒറ്റ ആൾ ഓഫ് ആക്കിയിരിക്കണ്ട. ഫസ്റ്റ് വേർഡ് മൊഹല്ലെ. മൊഹല്ലെ എന്ന് പറഞ്ഞാല് സ്ട്രീറ്റ് അല്ലെ, ലൊക്കാലിറ്റി. നെക്സ്റ്റ് ജലസംരക്ഷൺ. എന്താ ജലസംരക്ഷണം എന്ന് പറഞ്ഞാല്? വാട്ടർ കൺസർവേഷൻ. ഉത്സാഹിത്. എന്താ ഉത്സാഹിത് എന്നതിന്റെ മീനിങ്? എക്സൈറ്റഡ്. എന്താ അദ്വൈത പറയാത്തെ? വായനക്കഥ പേരുണ്ട്, ഒന്ന് പറഞ്ഞേ. അഭാവ്, ഷോർട്ടേജ്, സമസ്യ, പ്രോബ്ലം, ജനസംഖ്യ, പോപ്പുലേഷൻ, സങ്കട്, ട്രബിൾ, ബഡ്ജറ്റ്, സേവ്, ദൂഷിത, പൊല്യൂട്ടഡ് അല്ലേ? കളക്ഷൻ, വൃക്ഷാരോപൺ, ട്രീ പ്ലാന്റിംഗ്. ആദ്യം പറയുന്നില്ലേ? ആദ്യമേ ട്രീ പ്ലാന്റിംഗ്. ബർബാദ്, വേസ്റ്റ്. യോഗദാൻ, കോൺട്രിബ്യൂഷൻ. സമാനാർത്ഥി ശബ്ദം ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം. സമാനാർത്ഥി ശബ്ദം പറഞ്ഞേ. വിദ്യാലയ്. ശ്രീദേവ് കൃഷ്ണ പറഞ്ഞു. വിദ്യാലയ്. സ്കൂൾ, പാഠശാല. വെരി ഗുഡ്. അധ്യാപിക. ആരോൺ പറഞ്ഞോ അധ്യാപിക? ആചാര്യ. ശിക്ഷിക, ആചാര്യ. ആഷൻ പറഞ്ഞേ. കാര്യ. കാജ്. ജീവൻ. അല്ല പറഞ്ഞേ. ജീവൻ. പ്രാണ, ജിന്ദഗി. ഇക്കട്ട. ആൻഡ്രോസ് പറഞ്ഞേ. ഇക്കട്ട. ഏകത്ര. മനുഷ്യ. ദേവപ്രിയ പറഞ്ഞേ. മനുഷ്യ. മാനവ്, മനോജ്. വിദ്യാലയ പറഞ്ഞേ. ദേവാഞ്ജന. വിദ്യാലയ. സ്കൂൾ, പാഠശാല. അധ്യാപിക പറഞ്ഞേ. മുഹമ്മദ് നിഹാൽ. ശിക്ഷിക, ആചാര്യ. കൃപ പറഞ്ഞേ. കാര്യ. കൃപ പോയാ? സെബ പറഞ്ഞേ. കാര്യ. കാജ്. ജീവൻ. ഇനി ആരാ പറഞ്ഞ? ജീവൻ. അതിന്റെ മീനിങ് ആരാ പറഞ്ഞേ? പര്യായപദം. ആദ്യം പറഞ്ഞേ. പ്രാണ,